നമസ്കാരം. ഫോക്കസ് ക്ലിക്ക് ഫോട്ടോസിൻ്റെ പുതിയ എപ്പിസോഡിൽ നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശസ്തവും പ്രഗത്ഭനായ സിനിമയിലും സീരിയലൊക്കെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട താരം വിനോദ് കോവൂര്, വിനോദേട്ടൻ, സ്വന്തം വിനോദേട്ടൻ്റെ പേരാണ് ഇത്. അപ്പം വിശേഷങ്ങളും വിനോദേട്ടൻ്റെ പുതിയ സംരംഭങ്ങളെക്കുറിച്ചും വിനോദേട്ടൻ സംസാരിക്കും. അല്ല എന്താണ് ഉണ്ണി, ഞാനേ ഇപ്പം നമുക്ക് കഴിഞ്ഞ 7 മാസമായിട്ട് വരുമാനമൊന്നുമില്ല. അതിൻ്റെ മറിമായത്തിൻ്റെ ഷൂട്ടും 4 മാസം ഇല്ലാതായി. പിന്നെ ഒരു പരിപാടി നമുക്കില്ല. സാധാരണ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കൂടുതൽ കാശുണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നും ഇല്ലാണ്ട് വന്നപ്പോഴാണ് എന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു ബിസിനസ് ഇനി സൈഡായിട്ട് തുടങ്ങണം എന്നൊരു ചിന്ത വന്നു. ആ ചിന്തയാണ് ഇന്നിപ്പോൾ ഒരു മീൻകാരനാക്കി മാറ്റിയത്. MAT മൂസ എന്നുള്ള ഒരു പ്രോഗ്രാം, അത് ദൈവം നമ്മുടെ കയ്യിൽ കൊണ്ട് തന്ന മാതിരിയുള്ള ഒരു കാര്യമായിട്ട് മാറി. ഇപ്പോൾ ജീവിതത്തിലും മൂസയായി, അഭിനയത്തിലും മൂസയായി, ഇപ്പോൾ ജീവിതത്തിലും മൂസയായി. ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂസക്ക എന്ന് പറഞ്ഞാൽ എല്ലാ ലോക മലയാളികളുടെ വായിൽ കേൾക്കുന്ന പേരാണ് മൂസക്ക. അപ്പോൾ ആ ഫോട്ടോയും കണ്ടു അവിടെ MAT വണ്ടിയെടുക്കുന്ന സംഭവം. അതൊരു എംബ്ലം പോലെ ലോകത്ത് മൊത്തം. അതെ, അല്ല അത് സത്യമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു ക്യാരക്ടറാണ് MAT മൂസ. അപ്പോൾ അതിലൊരു ടൈറ്റിൽ ക്യാരക്ടറായിട്ട് അഭിനയിക്കാൻ സാധിച്ച എൻ്റെ വലിയ ഭാഗ്യമാണ്. 3.5 വർഷം 350 എപ്പിസോഡ് അങ്ങനെ പോയി. അതിനുശേഷം ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞ് പ്രോഗ്രാം നിന്നിട്ട് ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ആ പേരും ആ ക്യാരക്ടറും മാഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ ഈ മൂസക്കായ് സീ ഫ്രഷ് എന്ന കട തുടങ്ങിയപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എന്നെ വിളിക്കുകയാണ്. ഇതിനേട്ടാ ഓൾ ദി ബെസ്റ്റ്, ഞങ്ങളുടെ കൂടെ നിങ്ങൾ ധൈര്യമായിട്ട് കച്ചവടം ചെയ്തോളൂ, ഞങ്ങൾ ഫ്രാഞ്ചൈസി എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വിളിക്കാം. വലിയ സന്തോഷമാണ്. പിന്നെ ഞാൻ ഇംഗ്ലീഷ് പേപ്പറിൽ കണ്ട്, തമിഴ് പേപ്പറിൽ കണ്ടു. ഇത് രണ്ടും വായിക്കാനും അറിയില്ല, പക്ഷെ ചിത്രം കണ്ടാൽ മനസ്സിലാവില്ല നിങ്ങൾ കട. പക്ഷെ മലയാളം പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു, മലയാളം വായിച്ചിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. എല്ലാ പത്രങ്ങളും എല്ലാ ചാനലുകളും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഇതാ യൂട്യൂബ് ചാനലായി, ഇപ്പോൾ നിങ്ങൾ കാണുന്ന യൂട്യൂബ് ചാനൽ പോലും എന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വളരെ സന്തോഷത്തിലാണ്. പുതിയ ലോക്ക്ഡൗൺ വിശേഷങ്ങളും പരിപാടി. ലോക്ക്ഡൗൺ ഇപ്പോൾ ഉണ്ണിക്കറിയാലോ, ഞാൻ വെറുതെ ഇരുന്നിട്ടില്ലല്ലോ. ഞാൻ ഒരു 70ഓളം ഫേസ്ബുക്ക് ലൈവ്, സൂം ലൈവ്, വാട്സപ്പ് കൂട്ടായ്മ എല്ലാത്തിലും 1 മണിക്കൂർ ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യലായിരുന്നു എൻ്റെ പരിപാടി. പിന്നെ എല്ലാ ദിവസവും ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമായിരുന്നു. കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി, കുട്ടികളെ മിമിക്രി പഠിപ്പിക്കുക, നാടകം പഠിപ്പിക്കുക, മോണാക്ട് പഠിപ്പിക്കുക, കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക, മോട്ടിവേഷൻ സ്പീക്കറായിട്ട് അവരോട് സംസാരിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്തു. പിന്നെ ഒരു 4 ഷോർട്ട് ഫിലിം ചെയ്തു. പിന്നെ ഗവൺമെൻറ്റിന് വേണ്ടി കുറേ ബോധവൽക്കരണ കാര്യങ്ങൾ, അതിൽ 2 പാട്ടുകൾ പാടി. അങ്ങനെ ലോക്ക്ഡൗൺ നമുക്ക് ബോറടിച്ചില്ല. പരിപാടികളായിട്ട് നമ്മൾ പുറത്തൊന്നും പോയില്ലെങ്കിലും വീട്ടിലിരുന്ന് ഒരുപാട് ലൈവ് ആവാൻ സാധിച്ചു. തീർച്ചയായും അത് തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളൊരു ശ്രദ്ധ പിടിച്ചു പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ഒരു കലാകാരൻ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തത്, കലാകാരനെ ആർട്ടിസ്റ്റ് എന്ന ഷോർട്ട് ഫിലിം ചെയ്തു. കാരണം ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. അത് ശരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. കാരണം നമ്മുടെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന നാടകക്കാരും പല മിമിക്രിക്കാരും വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലാണ്. അപ്പോൾ അവരൊക്കെ എന്നെ വിളിച്ചിട്ട് ചിലർ സഹായം ചോദിച്ചു, എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പം അവരൊക്കെ ഓരോരുത്തരുടെയും വിഷമം കണ്ടപ്പോൾ, പാല് വാങ്ങാൻ പൈസ ഇല്ല, പത്രം വാങ്ങാൻ പൈസ ഇല്ല, മൊബൈൽ റീചാർജ് ചെയ്യാൻ പൈസ ഇല്ല എന്നുള്ള വിവരങ്ങളൊക്കെ കേട്ടപ്പോഴാണ് എന്നാൽ അങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് ഞാനും ആഗ്രഹിച്ചു. തീർച്ചയായും അത് വലിയൊരു സംഭവമായിരുന്നു. ഈ ഒരു സമയത്ത് തന്നെ അത് ചെയ്തത് മാത്രമല്ല, വിനോദേട്ടൻ ഓരോ ക്ലാസ് കൊടുത്തു, കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. അത് നമുക്ക് സന്തോഷം തരും. ഞാനൊരു പരിശീലകനാണ്. ഇപ്പോൾ വിനോദേട്ടൻ്റെ ക്ലാസ്സുകൾ പലരും എന്നോട് വിളിച്ച് പറഞ്ഞു, പിന്നെ ഇതിങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ട്, നമ്മൾ മടുപ്പില്ല, ബോറടിക്കുന്നില്ല, കുട്ടികൾ പറയുമ്പോൾ വലിയ സന്തോഷമാണ്. വളരെ സന്തോഷം. ഇതുപോലെ ഇനിയും പരിപാടികൾ ഗംഭീരമായിട്ട് നമ്മൾ ഒന്ന് ശബരിക്കാൻ വരട്ടെ. ഇപ്പം ബിസിനസ്സും കലയും കൂടി ഒരുമിച്ച് കൊണ്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അത്യാവശ്യം കാലങ്ങളൊക്കെ മാറി, ഷൂട്ടിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊക്കെ നമുക്ക് നല്ല കാലം വരട്ടെ. തീർച്ചയായും നല്ല കാലം വരും. ഇതൊക്കെ മാറും. ഈ ഒരു പ്രത്യേക സാഹചര്യം, COVID-19 കൊറോണ വൈറസ് നമ്മൾ അതിജീവിക്കും. ഒരു സംശയമില്ല, അതിജീവിച്ച് വരും. കലാകാരന്മാർക്ക് ഉച്ചസ്ഥനായി മുന്നോട്ട് വരും. അതുപോലെ മറിമായത്തിലെ 2 ധ്രുവങ്ങളാണ് ഞങ്ങൾ. കാസർഗോഡ് ഭാഷയെന്ന് ഉണ്ണി. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് വന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരാളാണ് ഞാൻ. 10 വർഷമായിട്ട് ഞാൻ ഈ കെട്ടാത്ത വേഷങ്ങളില്ല മറിമായത്തിൽ. ഒരു വേഷങ്ങളൊക്കെ കെട്ടിക്കഴിഞ്ഞു. വലിയൊരു ഭാഗ്യമാണ്. അപ്പം ഉണ്ണിയും ആ പരിപാടിയിൽ എത്തിച്ചേർന്നതിന് ഒരുപാട് സന്തോഷം. കാസർഗോഡ് ഭാഷയുടെ ഒരു കുറവുണ്ടായിരുന്നു, അത് നികത്തി. ഏതൊക്കെ ചെറിയൊരു ആവശ്യമുണ്ടായി. അപ്പോൾ വിനോദേട്ടൻ ഈ MAT മൂസയിലെ മൂസക്കായി മീൻ കച്ചവടം ചെയ്തിട്ട് അപ്പോൾ ഇപ്പം ശരിക്കും ഒറിജിനലായി. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഒരാഴ്ച കാര്യമുണ്ട്, എന്തെങ്കിലും ഒന്ന് തുടങ്ങണ്ടേ വിചാരിച്ചു. അപ്പോൾ ഞാൻ വിളിക്കുന്നത്, ഞാൻ ഇതിനു മുമ്പ് വാർപ്പിൻ്റെ പണിക്കുമ്പോൾ തേപ്പിൻ്റെ പണിക്കാൻ പോയി, ഇനി വീണ്ടും തുടങ്ങേണ്ടി വരും. അത് വേണ്ട, അങ്ങോട്ടൊന്നും പോകണ്ട. അതിനൊക്കെ ദൈവം ഒരുപാട്, കാരണം നമ്മളൊക്കെ നന്മയുള്ള ഒരു കഥാപാത്രം. ഉണ്ണിയെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഉണ്ണിയുടെ നിഷ്കളങ്കമായ
സംസാരവും ഉണ്ണിയുടെ സ്വതസിദ്ധമായ ചില ശൈലികളുണ്ട്, അത് പലർക്കും ഇഷ്ടമാണ്. അപ്പോൾ മറുമായ ഞാനിപ്പോൾ എവിടെ പോയാലും ആളുകൾ എന്നോട് ഉണ്ണിയുടെ കാര്യം ചോദിക്കാറുണ്ട്. കാരണം മറുമായത്തിൽ ഒരു സീന് വന്ന് ചെയ്തു പോയാലും അത് ആളുകളുടെ മനസ്സിലവിടെ കിടക്കും. ഇന്നത്തെ മറിമായോ അത് നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ പറയുന്നത് തന്നെയാണ് വിനോട്ടിൻ്റെ നന്മ. ഇതേ പക്ഷേ എൻ്റെ ലൊക്കേഷനിൽ പോയിട്ട് ഞാനൊരു പരിഭ്രമിച്ചിട്ടാണ് പോയത്. അപ്പം വിനോട്ടനായാലും മണിയേട്ടനും നിയാസ്കായാലും അവർ നമുക്ക് തരുന്ന സപ്പോർട്ട് ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്നതിനാണ് ആ സപ്പോർട്ട്. പക്ഷേ വിനോട്ടൻ പറയുന്ന ഉണ്ണി എന്ന് പറയുന്ന കാസർഗോഡ് ഉണ്ണി എന്ന് പറയുന്നത് ഇവരൊക്കെ ഉണ്ടാക്കി തന്നെ തന്നെയാണ് ആ ഒരു പ്രേക്ഷകർ. മറക്കൂല, ഒരിക്കലും മറക്കാൻ പറ്റില്ല. വിനോട്ടാ, നമ്മൾ ഈ ഫോട്ടോ ഷൂട്ടിലേക്ക് കടക്കുകയാണ്. നോക്കി വരുന്ന അരിയുന്നു. അനീഷ്, ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ കലാകാരനായതിനു ശേഷം നമുക്ക് പല സ്ഥലങ്ങളിലും ബന്ധങ്ങളാണ്. കേരളം മുഴുവൻ, കേരളത്തിന് പുറത്തും ദുബായിലും എവിടെ പോയാലും നമുക്ക് സുഹൃത്തുക്കളാണ്. അങ്ങനെ ചില നന്മയുള്ള സുഹൃത്തുക്കൾ നമുക്ക് കിട്ടും. മനസ്സിൽ ഒരുപാട് നന്മയുള്ള ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് അനീഷ്. അനീഷിനെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നമ്മുടെ വടക്കൻ കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് പരിചയപ്പെട്ടാണ്. അനീഷ് നല്ലൊരു കലാകാരനാണ്, ഒപ്പം നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. ഇന്നും പിന്നെ നമ്മുടെ കാസർഗോഡ് മൂകാംബിയിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തുമ്പോൾ അനീഷിനെ ഞാനൊന്ന് ഓർക്കും. കാലിക്കടവിലൊക്കെ പണ്ട് ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഞാൻ. അത് ആ പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരാൾ അനീഷാണ്. അനീഷിൻ്റെ കെയർ ഓഫിൽ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അനീഷിനോട് ഒരു സ്റ്റുഡിയോ ഉണ്ട്. അനീഷിൻ്റെ സ്റ്റുഡിയോ പോയിട്ട് ഞങ്ങൾ റെസ്റ്റ് എടുക്കുക. ഇന്നും അനീഷ് എൻ്റെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത്, അവൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നതും ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാനൊക്കെ വന്നിരിക്കുകയാണ്. ഇത്രയും ദൂരെ നിന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ വന്നിരിക്കുകയാണ്. അതിന് ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് ഏവർക്കും ഫോട്ടോഷൂട്ടിലേക്ക് സ്വാഗതം. ഫോക്കസ് ക്ലിക്ക് ഫോട്ടോസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതോടൊപ്പം ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.